ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയൊരു താമരയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ വർഷം വിത്തിൽ നിന്ന് മുളപ്പിച്ചുണ്ടാക്കിയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ നട്ടിരുന്നത് ചെറിയൊരു പോട്ടിലായിരുന്നു. ധാരാളം പൂക്കളുണ്ടായി കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ അതിനൊരു വലിയ പോട്ടിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ വലിയ പോട്ടിലോട്ട് മാറ്റിയപ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പൂവുകൾക്കുള്ള വലിപ്പവും നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ചെറിയ പൂവായിരുന്നെങ്കിൽ വലിയ പോട്ടിലോട്ട് മാറ്റിയപ്പോൾ വലിയ പൂക്കൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം മൊട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊരെണ്ണം ഞാൻ വിരിച്ചു കൊടുത്താണ് കേട്ടോ. അതിന് പൂവിലൊക്കെ എന്തോ കടിച്ചിട്ട് വിരിച്ചു കൊടുത്തതാണ്. ഇവിടെ ഒരു ബഡുണ്ട്. പിന്നെ വേറൊരു ബഡ് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ 2 ബഡ് വിരിഞ്ഞ് കഴിഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ദിവസത്തെ പൂവാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പെറ്റൽസിൻ്റെ നടുഭാഗത്തായിട്ട് കണ്ടോ, പെറ്റൽസിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നല്ലൊരു വൈറ്റ് കളറാണ് ആദ്യത്തെ ദിവസം നമ്മൾ കാണുന്നത് കേട്ടോ. കണ്ടോ, നടുക്കൊരു പച്ച കളറുള്ള സീഡ് പോഡുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു വൈറ്റ് കളറുള്ള ഷെയ്ഡ് പെറ്റൽസിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇത് 3ാമത്തെ ദിവസമായ ഒരു ഫ്ലവറാണ് കേട്ടോ. അത് വീഴാനായി കേട്ടോ. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് കണ്ടോ, ആ വൈറ്റ് ഷെയ്ഡ് ഒരു പച്ച കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ 2 പൂവും കൂടി നോക്കിയത് ആദ്യത്തെ ദിവസം വിരിഞ്ഞ പൂവ്, മറ്റേത് 3ാമത്തെ ദിവസമായ ഒരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഒരു ഫ്ലവർ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഫ്ലവർ ഒന്ന് നോക്കൂ, ഇത് കണ്ടോ, ഇത് 4ാമത്തെ ദിവസമായിട്ടോ. അപ്പോഴത്തേനും പൂവിൻ്റെ കളർ കണ്ടോ, ഉള്ളിൽ നന്നായിട്ട് പച്ച കളർ കാണുന്നില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുന്ദരിക്കുട്ടിക്ക് ഒരു പേരിടണ്ടേ. നമ്മുടെ സ്വന്തം കുട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പേരിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് പേരിട്ടേക്കണത് മിയ എന്നാണ് കേട്ടോ. നല്ല പേരല്ലേ മിയ. അപ്പം നമ്മുടെ മിയക്കുട്ടിയെ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. വരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.